പ്രിയപ്പെട്ട മക്കളെ, 91 സങ്കീർത്തനം 15 വചനത്തിൽ നാം ഇപ്രകാരം വായിക്കും: അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഈശോയുടെ പരിശുദ്ധമായ സന്നിധിയിൽ വിവിധങ്ങളായ മനോവികാരങ്ങളോടെ നമ്മളായിരിക്കുമ്പോൾ, കർത്താവേ, ചില വേദനകളായിരിക്കാം, സന്തോഷങ്ങളായിരിക്കാം, നന്ദിയായിരിക്കാം, പല വിധത്തിലുള്ള ഭാരങ്ങളോടെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുകയാണ്: അവൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. നല്ല തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വേദനകളെയും ഈശോയുടെ കരങ്ങളിലോട്ട് സമർപ്പിക്കാം. മക്കളെക്കുറിച്ചുള്ള വലിയ ആകുലതകൾ, മക്കളെക്കുറിച്ചുള്ള വലിയ വേദനകൾ എല്ലാം നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയെ, ഓരോ പേരൻസും എത്രയോ അധികമായ സങ്കടങ്ങളോടെ കരഞ്ഞുകൊണ്ടായിരിക്കുകയാണ്. ഈശോയുടെ സന്നിധിയിൽ അവരെല്ലാം നമുക്ക് സമർപ്പിക്കാം. ജോലിയില്ലാത്ത മക്കള്, വിവാഹം നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നവര്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള്, രോഗക്കിടക്കയിലായിരിക്കുന്നവര്, മനസ്സില് വലിയ രോഗപീഠകളും മാനസിക വിഭ്രാന്തിയിൽ കടന്നു പോകുന്ന മക്കള്, ക്യാൻസറിന്റെ 4th സ്റ്റേജിലായിരിക്കുന്ന ജീവിതങ്ങളെയെല്ലാം ഇന്ന് ഈശോയുടെ കരങ്ങളിലോട്ട് നമ്മൾ വെക്കുകയാണ്. ഈശോയെ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 10 വചനത്തിൽ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വലിയ കരുണ നമ്മുടെ ജീവിതത്തിന്റെ ഈ നൊമ്പരത്തിലേക്ക്, ഈ കടബാധ്യതയിലേക്ക്, കർത്താവെ, പരീക്ഷയിൽ പാസ്സാകാൻ പറ്റാത്ത പരാജയത്തിന്റെ നടുവിൽ നിൽക്കുന്ന ജീവിതങ്ങളുണ്ട്. കർത്താവെ, അവരെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ദിവസം ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ കാണാൻ കർത്താവ് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവേ, മഹത്വം, 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 മഹത്വം. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, വന്നുപോയ ഓർത്ത് കർത്താവ്, ഇന്ന് നിന്റെ വലിയ കരുണ ഈ മക്കളിലേക്ക്, ഞങ്ങൾ ഓരോരുത്തരിലേക്കും നിറയപ്പെടുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടലുകൾ ഈ കൂട്ടായ്മയിൽ നിറയപ്പെടുവാൻ ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ അതിവെള്ളിയാഴ്ച നമ്മൾ ഈ സൂമിൽ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ കർത്താവ് നമുക്ക് തരുന്നു എന്നോർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയും. ഈശോ തന്ന വചനം ഒരിക്കൽ കൂടി ഈ സമൂഹത്തിൽ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 10 വചനമാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയം നിറഞ്ഞ ഹൃദയത്തോട് ദൈവം സംസാരിക്കുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. അനേകം തവണ ഇത് കേട്ടിട്ടുള്ള ഒരു വചനമാണ്, പറഞ്ഞാവർത്തിച്ചിട്ടുള്ള ഒരു വചനം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. എങ്കിലും എവിടെയൊക്കെയോ എന്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ ഭയവും ആകുലതയും ഉത്കണ്ഠയും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. ഞാനും നിങ്ങളും ഭയപ്പാടിന്റെ നടുവിലാണ്. പലപ്പോഴും നമുക്ക് ടെൻഷനാണ്, ആകുലതയാണ്. കർത്താവെ, സ്വസ്ഥമാകാൻ പറ്റാത്ത മനസ്സിന്റെ അസ്വസ്ഥതകള് കൂടിക്കൂടി വരുന്ന ഒരു തലം നമുക്കുണ്ട്. നമ്മളിപ്പോൾ ഈശോയുടെ കരങ്ങളിലോട്ട് അതെല്ലാം സമർപ്പിക്കുക. ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ കർത്താവ് എനിക്ക് തന്ന വചനം, ആ വചനമാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമായി എടുക്കുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6 25 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമ്മളൊന്ന് കടന്നു പോവുകയാണ്. ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം അറിയാം, നമ്മൾ പരിശുദ്ധ അമ്മയുടെ വലിയ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ദിനങ്ങളിലാണ്. നമ്മുടെ അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്.
ഈ തിരുവചനം വായിച്ച് കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ പരിപാലനയിൽ മാത്രം ആശ്രയിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ ആ ദൈവ പരിപാലനയിൽ ആശ്രയിച്ച് കടന്നു പോയപ്പോ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏതാനും കാര്യങ്ങളും കൂടി ഒന്ന് ചേർത്ത് വെച്ച് സംസാരിക്കാനാണ് ഈശോ എനിക്കൊരു പ്രചോദനം തന്നിരിക്കും. വചനം ഇതാണ്: ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെ കുറിച്ചോ, എന്ത് ധരിക്കും എന്ന് ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ദൈവത്തിന്റെ ഒരു വചനമാണ്. ഒരു പക്ഷേ ഇന്ന് ഒരു വ്യക്തിയോട് നമ്മൾ ഈ വചനം പറയുമ്പോൾ അവർക്കത് ദഹിക്കാൻ അത്രമാത്രം എളുപ്പമല്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. ദൈവം എന്നോട് നിങ്ങളോടും പറയുകയാണ്, നിങ്ങൾ ആകുലപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അടുത്ത വചനം പറയുകയാണ്, ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ല. ശരിക്കും പറഞ്ഞ ഒരു കസ്റ്റമർ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്താണ് നമ്മൾ ജീവിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതം എന്തിനൊക്കെയോ വേണ്ടി അടക്കി പിടിക്കാനും കൂട്ടിപ്പിടിക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെയുള്ള ഒരു യാത്രയിലാണ്. എന്ത് കിട്ടിയാലും തൃപ്തിയാകാത്ത അസ്വസ്ഥതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിലുണ്ട്. എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. പ്രാർത്ഥനകൾ കൂട്ടുമ്പോഴും ഈ അസ്വസ്ഥതകൾക്കൊരു ശമനം കിട്ടാത്ത ഒരു തലം നമുക്കുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഈ സ്ട്രെസ്സിൽ, ഈ ടെൻഷനിൽ എക്സ്പേർട്ടായ ഒരാളാണ്. എന്നാൽ ഈ ടെൻഷൻ നിറഞ്ഞ അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് 7 വ്യാകുലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കാറുണ്ട്. അപ്പോൾ അമ്മയുടെ ജീവിതത്തിൽ സ്ട്രെസ് നിറഞ്ഞ അനേകം സാഹചര്യങ്ങളിലൂടെ പരിശുദ്ധ അമ്മ കടന്നു പോവുകയാണ്. അനേക സാഹചര്യങ്ങളിലൂടെ പരിശുദ്ധ അമ്മ കടന്നു പോകുന്നുണ്ട്. നമുക്കറിയാം, ഉണ്ണി ഈശോയ്ക്ക് ജന്മം കൊടുക്കാൻ ആഗ്രഹിച്ച് സ്വർഗം ദൂതനെ പറഞ്ഞയക്കുമ്പോൾ ദൂതന്റെ വാക്ക് കേൾക്കുമ്പോൾ ടെൻഷനാകുന്ന ഒരു പരിശുദ്ധ അമ്മയെ നമ്മൾ കാണും. ഉണ്ണീശോയ്ക്ക് ജന്മം കൊടുക്കാനായിട്ടുള്ള ബെത്ലഹേമിലേക്കുള്ള യാത്ര, 9 മാസത്തിന്റെ പ്രഗ്നൻസി പീരീഡ്, അങ്ങനെ അമ്മയുടെ ജീവിതം എടുത്തെടുത്ത് നോക്കുമ്പോൾ ടെൻഷനുകൾ ഏറെ അടിക്കേണ്ട, ടെൻഷനുകൾ നിറഞ്ഞ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ഒരു പരിശുദ്ധ അമ്മയെ നമ്മളിവിടെ കണ്ടുമുട്ടുകയാണ്. ഈ പരിശുദ്ധ അമ്മയെ നമ്മളിവിടെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ജീവിത സാഹചര്യങ്ങളൊന്നും അമ്മയെ ടെൻഷനാക്കിയില്ല. അമ്മയെ ടെൻഷനാക്കിയത് മുഴുവൻ തിരുക്കുമാരന്റെ കുരിശു മരണത്തിലൂടെ രക്ഷിക്കപ്പെടേണ്ട ആത്മാക്കളെ കുറിച്ചുള്ള ടെൻഷനുകളാണ് ഇന്നും പരിശുദ്ധ അമ്മയിലുള്ളത്. തിരുക്കുമാരന്റെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട മക്കളായ നമ്മൾ ഓരോരുത്തരും ഇന്നും വീണു പോകുമ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനത്തിന്റെ യാത്രയിലാണ് ഞാനും നിങ്ങൾ ഇന്ന് പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അമ്മ മക്കളോട് ആഹ്വാനം ചെയ്യുകയാണ്, തിരിച്ചു വരിക, തിരിച്ചു വരിക എന്ന് പറയുന്ന ഒരു പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുകയാണ്. അമ്മയുടെ ജീവിതം മുഴുവൻ 7 വ്യാകുലങ്ങൾ നിറഞ്ഞ സഹനത്തിന്റെ, വലിയ സങ്കടത്തിന്റെ, സ്ട്രെസ്സുകളുടെ യാത്രകൾക്കിടയിലും അമ്മ തിരുക്കുമാരന്റെ ആ കുരിശുമരണത്തെ കുറിച്ച് മാത്രം മുന്നിൽ കാണുന്ന ഒരു പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്വർഗം പറയുന്ന ഈ വചനത്തിൽ, ഈ വചനം അമ്മയുടെ ജീവിതത്തിൽ അതേപടി അച്ചിട്ടായിരിക്കുകയാണ്. അമ്മ വചനം പറയാണ്, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെ കുറിച്ചോ. കാരണം അത് തിരുക്കുടുംബത്തിന്റെ ജീവിതത്തിലുണ്ട്, അതുപോലുള്ള ആകുലതകളുണ്ട്. പക്ഷെ അതൊന്നും അമ്മയെ അലട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്ന് ജീവനെ കുറിച്ചോ ഭക്ഷണത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകണ്ട. എന്നിട്ട് കർത്താവ് വീണ്ടും പറയുന്നത്, കർത്താവിന്റെ വലിയ സ്നേഹത്തിന്റെ ഒരു തലം നമ്മൾ മനസ്സിലാക്കുകയാണ്. 26-ാമത്തെ വചനത്തിൽ, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. വചനം പറയുകയാണ്, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുന്നു അവർക്കൊരു ആകുലതയില്ല. ചുമ്മാ നമ്മുടെ പറമ്പിലെ പുല്ലിനെ ഒന്ന് നോക്കിക്കേ. വെള്ളം ഒഴിച്ചു കൊടുത്താലും ഒഴിച്ചില്ലെങ്കിലും അത് വളരാൻ ദൈവം ആഗ്രഹിക്കുന്നിടത്തോളം വളരുകയാണ്. ആകുലതകളില്ലാത്ത ഒരു ജീവിതമാണ് വയലിൽ ലില്ലിയെയും ആകാശത്തിലെ പക്ഷികളെയും എല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് കർത്താവ് പറയുക. എന്നിട്ട് കർത്താവ് വീണ്ടും പറയുകയാണ്, ഉത്കണ്ഠ മൂലം അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. സ്വർഗസ്ഥനായ പിതാവയെ തീറ്റിപ്പോറ്റുന്നെങ്കിൽ അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന് ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ
നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? ശരിക്കും പറഞ്ഞ നമ്മുടെ ജീവിതത്തിന്റെ ടെൻഷനും സ്ട്രെസ്സുമാണ് പലപ്പോഴും എന്നെയും നിങ്ങളെയും അനേക സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക. ഈ ടെൻഷനും സ്ട്രെസ്സും എന്നെയും നിങ്ങളെയും പലപ്പോഴും നമ്മൾ എത്തിപ്പെടാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഓട്ടത്തിലാണ്. നമുക്ക് ഓട്ടമാണ് എല്ലാ സ്ഥലത്തും. ഒരു സ്വസ്ഥമായിരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. നമ്മൾ ഈ സ്വർഗത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ഇനി വചനം ധ്യാനിക്കുമ്പോൾ, പരിശുദ്ധമായ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നിശ്ചയമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവേ, സ്വസ്ഥമായ ഒരു മനസ്സ്, സ്വസ്ഥതയുള്ള ഒരു മനസ്സ്. എപ്പോഴാണ് എൻ്റെ മനസ്സ് അസ്വസ്ഥപ്പെടേണ്ടത്? കർത്താവിലേക്ക്, സ്വർഗത്തിലേക്ക് എൻ്റെ കുടുംബം നടന്നെടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുമ്പോൾ അസ്വസ്ഥപ്പെട്ട് കരയുന്ന ഒരു മനസ്സ് എനിക്ക് തരണം. അത്രമാത്രം ഉയരാൻ പറ്റാത്ത, അത്രമാത്രം ആത്മീയതയിലേക്ക് എത്താൻ പറ്റാത്ത ഒരു തലത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളും ഒക്കെ എത്തുന്നത്. അതുകൊണ്ട് ഈശോ വീണ്ടും വീണ്ടും വചനത്തിലൂടെ നമ്മൾ ഈ കടന്നു പോകുമ്പോൾ ഈ വചനം പലയാവർത്തി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. വസ്ത്രത്തെ പറ്റി നിങ്ങൾ എന്തിനാകുലരാകുന്നു? എന്നിട്ട് വയലിലെ ലില്ലികളെല്ലാം പറഞ്ഞിട്ട് കർത്താവ് പറയാണ്, ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ അവിടുന്ന് നിങ്ങളെ എത്രയധികം അലങ്കരിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വചനം നമ്മുടെ ഹൃദയത്തിലൂടെ നമ്മൾ ഇന്ന് എടുക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ ഒരു പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുണ്ടെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അപ്പോൾ ദൈവം അലങ്കരിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം. അബ്രഹാമിനെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിച്ച് രക്ഷാകര ചരിത്രം ആരംഭിക്കുമ്പോൾ ഒരു കുഞ്ഞുപോലുമില്ലാത്ത അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് നീ പോകാൻ പറയുകയാണ്. അവനുള്ളതുപോലും ഇട്ടിട്ടൊരു യാത്രയ്ക്ക് വേണ്ടി ദൈവം ക്ഷണിക്കുന്ന ഒരു രംഗം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അന്ന് കർത്താവിന്റെ വാക്കേ അവന് കൂട്ടായിട്ടുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വാക്കാണ് അവന്റെ കൂട്ട്, ദൈവത്തിന്റെ വചനമാണ് അവന്റെ കൂട്ട്. അബ്രഹാമിനെ വിളിക്കുന്ന 12-ാം അധ്യായം 1-ാമത്തെ വചനം നമ്മൾ കാണും. കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചത് നാട്ടിലേക്ക് പോവുക. ഒരാഹ്വാനം കൊടുത്തിട്ട് ഒന്നും എടുത്തോണ്ട് പോകാനല്ല പറയുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായി മാറും. സ്വർഗം പറയുകയാണ്. അബ്രഹാമിനോട് സ്വർഗം ഇങ്ങനെ പറയുമ്പോ അബ്രഹാമിന്റെ മുൻപിൽ ഈ ദൈവത്തിന്റെ വാക്കല്ലാതെ മറ്റൊന്നും നമ്മൾ കാണുന്നില്ല. എന്നാൽ അബ്രഹാമിന് ദൈവം പറഞ്ഞതെല്ലാം ധാരാളമായി കൊടുത്തതും നമ്മൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ കാണുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്ന പുല്ലിനെ ഇത്രയധികം അലങ്കരിക്കുമെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടെങ്കിൽ ആ വചനം കൂട്ടായിട്ട് മാറട്ടെ. നമുക്ക് ആ വചനം നമ്മുടെ ജീവിതത്തിൽ കൃപയായിട്ട് മാറട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പൊ കർത്താവ് നമ്മളോട് പറഞ്ഞു, ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുമെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതുകൊണ്ട് എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് നിങ്ങൾ ആകുലരാകണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിച്ചത്. അടുത്ത വചനം പറയാണ്, നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ദൈവസന്നിധിയിൽ പോയി നിൽക്കുമ്പോൾ ഈ ഒരു വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. ഈശോയെ, എനിക്കിത് ആവശ്യമാണെന്ന് നിനക്കറിയാം എന്നൊരു ബോധ്യം നമുക്കില്ലാതെ വരുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഒത്തിരി അസ്വസ്ഥതകളോട് കടന്നു പോകുന്നത്. നമ്മൾ ആകുലപ്പെടുകയാണ്, കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈശോയ്ക്ക് അറിയാം ഇതെനിക്ക് വേണം, ഇതെനിക്കില്ലാതെ പറ്റില്ല എന്ന് എൻ്റെ ഈശോയ്ക്ക് അറിയാം. ഈ അടുത്ത നാളിൽ ഒരു വ്യക്തി ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് പോയിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് പോയിരിക്കുമ്പോൾ കുഞ്ഞിന് 5.5 വയസ്സുണ്ട്. കുഞ്ഞ് സംസാരിക്കില്ല. ഭയങ്കരമായ സങ്കടവും മനസ്സ് നിറച്ചു വേദനയുമാണ്. അപ്പൊ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പോയിരിക്കുമ്പോൾ ഈ കൊച്ചിങ്ങനെ പ്രത്യേക സൈസ് സൗണ്ട് ഉണ്ടാക്കും. ഭയങ്കര ഡിസ്റ്റർബഡ് ആണ് ഈ കൊച്ച്.
ഈ അടുത്ത ഒരു 2 ആഴ്ച മുമ്പ് നടന്നൊരു മിറക്കിളാണ് ഞാൻ നിങ്ങളോട് പറയും. ഭയങ്കര ഡിസ്റ്റർബഡ് ആണ് കൊച്ച്. എനിക്കറിയാം വീട്ടുകാരെ എന്നെ വിട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ ഒന്നും പറ്റില്ല. കൊച്ചിങ്ങനെ പള്ളിക്കൂടി ഇറങ്ങി ഇറങ്ങി ഓടി ഓടി നടക്കും. ഈ കൊച്ച് പള്ളിയിൽ നിന്നും കയറാൻ സമ്മതിക്കാത്തതുകൊണ്ടെന്ന കൊച്ചിനെ ഇറക്കിക്കൊണ്ട് പോയി വല്ല ബിസ്ക്കറ്റും കൊടുക്കാം എന്ന് ഈ സ്ത്രീ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീയുടെ മനസ്സിലേക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ തരികയാണ്. കാരണം അമ്മ അനുഭവിച്ച ടെൻഷനും സ്ട്രെസ്സും അറിയുന്ന അമ്മയ്ക്ക് സ്വന്തം സ്ട്രെസ്സിനേക്കാൾ എപ്പോഴും നോട്ടം മറ്റുള്ളവരുടെ സ്ട്രെസ്സിലാണ്. എന്റെയും നിങ്ങളുടെയും ടെൻഷനിലാണ് പരിശുദ്ധ അമ്മയുടെ നോട്ടം മുഴുവൻ. അതാണ് നമ്മൾ കാനായിലെ കല്യാണ വിരുന്നിൽ കാണുന്നത്. അമ്മ അവിടെ കാണുന്നത് അവരുടെ ടെൻഷനാണ്. ഈ സഹനങ്ങളിലൂടെ പോയ അമ്മയ്ക്ക് അമ്മയുടെ ടെൻഷനേക്കാൾ വലുതാണ് നമ്മുടെ സഹനങ്ങളും ടെൻഷനുകളും. അപ്പൊ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രേരണ വന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കാനായിട്ടൊരു പ്രേരണ വരികയാണ്. ഭയങ്കരമായിട്ടും അങ്ങനെ ചിന്തിച്ചു. കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കൊച്ചിങ്ങനെ ഡിസ്റ്റർബ്ഡ് ആണല്ലോ. കൊച്ചി അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് കൊച്ചി അതിനോട് എഴുന്നേറ്റ് നടന്ന് ചെന്ന് മാതാവിന്റെ രൂപത്തിലൊക്കെ ഒന്ന് തൊട്ടു. അപ്പൊ ഈ സ്ത്രീക്ക് ഒരു ആശ്വാസം പോലെയാണ്. വൈകുന്നേരം വീട്ടിൽ വന്ന് ജപമാല ചൊല്ലാൻ തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ കൊച്ചിന്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ ആഘോഷമൊന്നും വേണ്ട, കാരണം കൊച്ചി ഇങ്ങനെ ആയതുകൊണ്ട് ആഘോഷിക്കാനൊന്നുമുള്ള മനസ്സൊന്നും അവർക്കില്ല. അപ്പോൾ അടുത്ത വീട്ടിലെ ആൾക്കാർക്ക് മനസ്സിലായി, ഫ്രണ്ട്സാണ് കൊച്ചിന്റെ ബർത്ത്ഡേ, ഇവർ ആഘോഷിക്കുന്നൊന്നുമില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, അവരൊരു ചെറിയ കേക്കും ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഒരു സർപ്രൈസ് ആയിട്ട് കൊച്ചിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവർ പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് കൊന്തയൊക്കെ ചെല്ലിയിട്ടാണ് ഈ കെട്ടിയോനും കെട്ടിയോളും ഈ ഫ്രണ്ട്സും കൂടി ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ച് തിരി കത്തിച്ചു. അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് ഈ കൊച്ചിന് ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോൾ തിരിച്ചൊന്നും പറയാൻ പറ്റാത്തൊരു കൊച്ചാണ്. പക്ഷെ ഈ കൊച്ച് അന്ന് തൊട്ട് സംസാരിക്കാൻ തുടങ്ങും. ഇവൻ പെട്ടെന്ന് തിരിച്ചു വിളിച്ച് പറയാണ് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. ഇവൻ പറയാണ്, അവൻ സംസാരിച്ചിട്ട് അടുത്ത ദിവസം UK സംഭവിച്ച ഒരു മിറക്കിളാണ് ഞാൻ നിങ്ങളോട് പറയും. അമ്മയുടെ ചങ്കിന്റെ വേദന കണ്ട ഒരു പരിശുദ്ധ അമ്മയുണ്ട്. നമ്മുടെ ടെൻഷനുകളെല്ലാം കാണുന്ന ഒരു പരിശുദ്ധ അമ്മയുണ്ട്. ഒത്തിരി ആകുലതകളുണ്ടായിരുന്നു കൊച്ചിനെ കുറിച്ച്. എനിക്ക് എന്നും തന്നെ ഇങ്ങനെ നീണ്ട മെസ്സേജുകൾ ഇട്ടുകൊണ്ടിരിക്കും. കാരണം അതിന് പറയാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് അതിന്റെ സങ്കടങ്ങളെല്ലാം അതിങ്ങനെ എന്നോട് പറയും. പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറയും. നിങ്ങൾ അന്ന് ആദ്യനാൾ വീട്ടിൽ ചെന്നപ്പോൾ അത്രയും വലിയ കുടുംബ പ്രാർത്ഥന, കാരണം ഈ പുള്ളിക്കാരത്തേക്ക് പ്രാർത്ഥനയോടൊക്കെ ഒരു മടുപ്പായിരുന്നു. ഇതെല്ലാം തിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ദൈവം തന്നെ ആ ഹൃദയത്തിന്റെ മനസ്സിനെ ശാന്തമാക്കി ഒരു മിറക്കിൾ അവിടെ ചെയ്യുക. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം എനിക്ക് ആവശ്യമാണ്, എൻ്റെ കർത്താവിനറിയാം. പക്ഷേ എത്ര ദൂരം ഞാൻ നടക്കണം എന്നുള്ളത് ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്. ഈ സങ്കടങ്ങളുമായിട്ട് എത്ര ദൂരം ഞാൻ പോകണം, ഇതില്ലാതെ എത്ര ദിവസം എനിക്കിത് കിട്ടണം എന്നുള്ളത് കർത്താവിനറിയാം. പക്ഷേ ഇതില്ലാതെ എത്ര ദൂരം എനിക്ക് പോകാൻ പറ്റുമെന്ന് കൂടി എൻ്റെ കർത്താവിനറിയാം. അപ്പൊ നമ്മൾ വെപ്രാൾപ്പെട്ടിട്ട് കാര്യമില്ല. എനിക്കിതില്ലാതെ പോകാനുള്ള അത്രയും കൃപ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് പറ്റാത്തൊരു സ്റ്റേജ് വരുമ്പോ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം അത് കൂട്ടിച്ചേർത്ത് തരാൻ എൻ്റെ തമ്പുരാന് പറ്റൂ. ആ ഒരു ബോധ്യമാണ് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളെ പിടിച്ചു നിർത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ തിരുക്കുമാരന്റെ പിന്നാലെ പോകുമ്പോ തൻ്റെ തിരുക്കുമാരന്റെ ശരീരം പീലാത്തോസിന്റെ അരമനയിൽ അടിച്ച് തകർക്കപ്പെട്ട് രക്തം ചീറ്റിത്തെറിച്ച് മാംസകഷ്ണങ്ങൾ ചെതറി വീഴുമ്പോഴും അമ്മയ്ക്ക് പറ്റും ഇതും കാണാൻ. സ്വർഗത്തിനറിയാം. കുരിശന്റെ ചുവട്ടിലെത്തി നിൽക്കുമ്പോഴും ആ പുത്രന്റെ കൈകളും കാലുകളും ആണിതറയ്ക്കുമ്പോഴും ഇത് കാണാനും ഇത് കണ്ടു നിൽക്കാനുമുള്ള ഒരു കൃപ, ഒരു സ്വസ്ഥമായ മനസ്സ് അമ്മയ്ക്കുണ്ടെന്ന് സ്വർഗത്തിനറിയാം. അമ്മയ്ക്ക് അത് പറ്റില്ലെങ്കിൽ അമ്മ ഈശോവിടെ നിർത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. എനിക്കിത് പറ്റുമെന്നെൻ്റെ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് എൻ്റെ ദൈവം എന്നെ ഇപ്പൊ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഞാൻ കടന്നു പോകുന്ന ഏത് ജീവിത സാഹചര്യമാണെങ്കിലും എനിക്കിത് പറ്റുമെന്ന് എൻ്റെ ദൈവത്തിനറിയാം. എന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. ഇത് ഞാൻ കടന്നു പോകുന്ന ഈ സാഹചര്യം എന്നെ കൊണ്ട് മാത്രമേ പറ്റൂവെന്ന് ദൈവത്തിനറിയാവപ്പോ കർത്താവ് അവിടെ നിർത്തും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ലൈഫിൽ ഒരിക്കല് ഞങ്ങൾ 4 പേര് ഒരുമിച്ചായിരിക്കുന്ന ഒരു സമയം പെട്ടെന്നൊരു സെലക്ഷൻ നടക്കുകയാണ്. സെലക്ഷൻ നടക്കുന്ന സമയത്ത് 3 പേർക്കും അവരാഗ്രഹിച്ചതെല്ലാം കിട്ടി.
എനിക്ക് ഞാൻ ആഗ്രഹിച്ചതും കിട്ടിയില്ല, ആഗ്രഹിക്കാത്തതും കിട്ടിയില്ല. എനിക്ക് മാത്രം ഒന്നുമില്ല. ഒരു ഇമ്പോർട്ടൻ്റ് സെലക്ഷന്റെ സമയത്ത് എനിക്ക് മാത്രം ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അപ്പൊ എൻ്റെ മനസ്സിലൊരു കമ്പാരിസൺ പെട്ടെന്ന് ഓടി വരും. നിങ്ങൾക്കും വരും കമ്പാരിസൺ. അതെന്തേ? ഞാൻ അവരെക്കാൾ കുറച്ചുകൂടി മെച്ചമല്ലേ, എനിക്ക് എന്തേ കിട്ടാത്ത? ഇതേ കമ്പാരിസൺ എനിക്കും ഉണ്ടായി. ഒത്തിരി സങ്കടവും വിഷമവും ഒക്കെ വന്ന് മുറി വന്നിരുന്ന് കരഞ്ഞ്, ഞാൻ അത്രയും മോശമാണോ, അത്രയും താന്നയാളാണോ, അങ്ങനെ ഒത്തിരി ഒത്തിരി ക്വസ്റ്റ്യനുകളും ഒക്കെ ആയിട്ട് ദൈവസന്നിധിയിൽ നിന്നപ്പോ എനിക്ക് ഈശോ തന്ന ഒരു ചിന്തയാ, അവർക്കതില്ലെങ്കിൽ അവർക്ക് പറ്റില്ല, നിനക്കിതില്ലെങ്കിലും നീ ഇവിടെ നിൽക്കും. അതുകൊണ്ടാണ് നിന്നെ ഞാനിപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്, ഈ സ്റ്റേജിൽ. ഇന്ന് ഈശോ എനിക്ക് എന്താണോ തന്നിരിക്കുന്നത്, എന്തെനിക്ക് തന്നിട്ടില്ലയോ, അതുകൊണ്ട് ഞാൻ നിൽക്കുമെന്ന് എൻ്റെ ദൈവത്തിന് ഉറപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണു പോകുമെന്ന് അവന് തോന്നിയാ ഇതൊന്നും തരില്ല. ഇതെല്ലാം ആവശ്യമാണെന്ന് അവനറിയാം. എപ്പോഴെന്നുള്ളത് ഞാൻ ചോദിക്കുന്ന സമയമല്ല. അത് നമ്മളൊന്ന് മനസ്സിലാക്കും. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അതെൻ്റെ ജീവിതത്തിലോട്ട് ചേർത്ത് വെക്കും. ഈ ഒരു തലം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴേ നമുക്ക് സ്വസ്ഥതയുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥതയുണ്ടാവില്ല. നമ്മൾ എത്ര ധ്യാനങ്ങൾ കൂടിയാലും, എത്ര പേരുടെ അടുത്ത് പോയി മെസ്സേജുകൾ കേട്ടാലും, എത്രമാത്രം വചനങ്ങൾ വായിച്ചു തീർത്താലും, സമ്പൂർണ്ണ ബൈബിളുകൾ പലയാവർത്തി വായിച്ചാലും, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്കിത് ആവശ്യമാണെന്നറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ ഈ പറഞ്ഞ ചിന്തയോടെ നിൽക്കാൻ തുടങ്ങിയാലേ ഒരു സ്വസ്ഥത നമുക്കുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു സ്വസ്ഥത നമ്മുടെ ജീവിതത്തിലോട്ട് ചേർന്ന് വരില്ല. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഈ ഒരു സാഹചര്യത്തിൽ നീ ചെയ്യേണ്ടത് എന്താണെന്ന് ഈശോ പറഞ്ഞു. ഇത് കിട്ടിയിട്ടില്ലായിരിക്കാം നിനക്ക്, ഇത് കിട്ടാതൊരു സ്റ്റേജിലെ ഈശോ നിന്നെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു. നിനക്കിത് വേണമെന്നും അവനറിയാം. പക്ഷേ വേണ്ട സമയത്ത് കൊണ്ടുവന്ന് തരുമെന്നൊന്ന് പ്രതീക്ഷയോടെ നിന്ന് തുടങ്ങുമ്പോൾ ഈശോ പറയാണ്, പരിശുദ്ധ അമ്മ, ഞാൻ എപ്പോഴും ഓർക്കും, പുൽക്കൂട്ടിൽ വലിയ സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ. നസ്രത്തിലെ കൊച്ചു കുടുംബത്തില് ഈശോ ഉണ്ടായിരുന്നിട്ട് ഒത്തിരി ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അവിടെ പലതരം ദാരിദ്ര്യമുള്ള ഒരു കുഞ്ഞു പാവപ്പെട്ട കുടുംബം നസ്രത്തിലെ കുടുംബം. പക്ഷേ അവിടെയും യേശോയുടെയും പരിശുദ്ധ അമ്മയുടെയും യോസേപ്പ് പിതാവിന്റെയും നോട്ടം എന്ന് പറയുക സ്വർഗത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയുള്ള നോട്ടമാണ്. ഈശോ ഇന്ന് പലതും എനിക്ക് നിഷേധിക്കുന്നുണ്ടെങ്കിൽ, എനിക്കിന്ന് പലതും തരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് കർത്താവ് എന്നെ ക്ഷണിക്കുന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാ പ്രിയപ്പെട്ടവരെ. മറ്റൊരു ദൗത്യം ദൈവം എനിക്ക് വെച്ച് തന്നിട്ടുണ്ട്. അതാണ് വചനം പറയുക, 6-ാം അധ്യായം 33-ാമത്തെ വചനം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത നാളില് ഒരു വ്യക്തി എന്നോട് എല്ലാ ദിവസവും അവരുടെ സ്വന്തം പ്രിയപ്പെട്ട ഒരു ആൾക്ക് വേണ്ടി പ്രാർത്ഥന ചോദിക്കും. എനിക്ക് പ്രാർത്ഥന ചോദിക്കുന്ന ഒരു ജോലി കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ ചോദിക്കുന്നത്. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കുമ്പോഴൊന്നും ഒരു പോസിറ്റീവായിട്ട് ഈശോ തരുന്നില്ല. എൻ്റെ കുറവാണോ അവരുടെ കുറവാണോ എനിക്ക് അറിഞ്ഞുകൂടും. അങ്ങനെ അവസാനം എന്നെ പിടിച്ചു നിർത്തി, ഇപ്പൊ സിസ്റ്റർ പ്രാർത്ഥിച്ചൊരു മെസ്സേജ് തരണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എനിക്ക് തന്ന വചനം, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും എന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. വചനമാണ് കർത്താവ് തന്നത്. അപ്പോ ഞാൻ അവരോട് പറഞ്ഞു, കുഞ്ഞെ, ഇപ്പൊ എന്താണോ ചേർത്ത് പിടിച്ചിരിക്കുന്നത് അതൊന്ന് മാറ്റി പിടിക്കണം. കാരണം തെറ്റായ ഒരു സ്നേഹബന്ധത്തിലൂടെ കടന്നു പോവുകയാണ് ആ കൊച്ച്. അത് നീ തിരിച്ചറിഞ്ഞ് ഇത് വേണ്ട, ഇത് ശരിയല്ല എന്ന് പറഞ്ഞാലേ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുള്ളൂ. എനിക്കിഷ്ടമുള്ളതെല്ലാം കൂട്ടിപ്പിടിച്ചിട്ട് ദൈവത്തോട് സഹായം ചോദിച്ചുകൊണ്ടിരുന്നാൽ പോരാ. എൻ്റെ ദൈവത്തെ കൂട്ടിപ്പിടിച്ചിട്ട് ഇഷ്ടമുള്ളത് ചൂണ്ടിക്കാണിക്കണം. അതാ ഞാൻ ചെയ്യേണ്ടത്. എൻ്റെ ദൈവത്തെ എൻ്റെ ജീവിതത്തോട് കൂട്ടിപ്പിടിച്ചിട്ട് ദൈവത്തോട് പറയണം, അതെനിക്ക് വേണമെന്ന്. ഇന്ന് എന്തുകൊണ്ടാണ് പലതും എനിക്ക് നിഷേധിക്കപ്പെടുന്നേ? എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂട്ടിപ്പിടിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും കൊതിക്കേണ്ടതും ദൈവത്തെയാണ്. പരിശുദ്ധ അമ്മ പുരുഷന്റെ വഴിയിലൂടെ യാത്ര ചെയ്തപ്പോഴും എല്ലാം അമ്മ ആഗ്രഹിച്ചത് സ്വർഗത്തെ മാത്രമാണ്. അമ്മ മറ്റൊന്നും ആഗ്രഹിച്ചില്ല. പുത്രന്റെ വേദനകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോഴും അമ്മ സ്വർഗത്തെ മാത്രം ആഗ്രഹിച്ചതുകൊണ്ട് അമ്മ ഇന്ന് സ്വർഗത്തോട് ചൂണ്ടിക്കാണിക്കുന്നതെല്ലാം സ്വർഗം തരും. അതുകൊണ്ട് നമ്മൾ അമ്മയുടെ മധ്യസ്ഥം വഴി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ ദൈവം എനിക്ക് തരണമെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ ചേർത്ത് പിടിക്കണം.
എൻ്റെ ദൈവത്തെ ചേർത്ത് പിടിക്കാതെ നമ്മൾ എന്തോരം ചോദിച്ചിട്ടും പ്രിയപ്പെട്ട മക്കളെ പലതും കയ്യിലോട്ട് കിട്ടില്ല. കിട്ടുന്നത് പലതും 100 അല്ല, പലതും 50, 20, 30 ഒക്കെ ഉള്ളൂ. ദൈവം 100 തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ 100-നൊരു കണ്ടീഷനാ കർത്താവ് ഇന്ന് 6:33 പറഞ്ഞു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈശോയെ കൂട്ടിപ്പിടിക്കുന്ന ആ 100 സ്വന്തമാക്കണം നമുക്ക്. എനിക്ക് ഈശോയാണ്, ഈശോ എൻ്റെ കൂടെ ഇരുന്നിട്ട് എനിക്കത് വേണമെന്ന് പറയുമ്പോൾ എൻ്റെ ഈശോ എനിക്കത് തരുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പന്റെ അതിയായ സ്നേഹത്തോട് സ്വർഗത്തെ ഉമ്മിച്ചു വെക്കുമ്പോൾ ആ സ്വർഗത്തിന്റെ കയ്യിലിരിക്കുന്ന മകളായ ഞാൻ ചോദിക്കുന്നൊന്നും നിഷേധിക്കില്ലെന്ന് എനിക്കും നല്ല ഉറപ്പുണ്ട്. കർത്താവ് നമ്മളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, മക്കളെ, ഈ ഭൂമിയിലെ ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുള്ള കൊതി അത് നമ്മുടെ ജീവിതത്തിന്റെ മരണം വരെ നമ്മുടെ കൂടെയുണ്ട്. ഈ കൊതി അത്ര പെട്ടെന്ന് ഭൂമിയിലെ പല കാര്യങ്ങൾക്കും വേണ്ടിയുള്ള കൊതിയും കൂടുതൽ സന്തോഷം കിട്ടാന്, അല്ലെ ഷോപ്പിംഗ് കൂടുതൽ കുറെ കാര്യങ്ങൾ മേടിച്ചെടുക്കണം, അതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് ഈശോ ഈ വചനത്തോട് നമ്മൾ പറയണം, മക്കൾ, ഇതൊന്ന് ശാന്തമാക്കിക്കേ, ഈ കൊതിയെ നീ ഒന്ന് അടക്കിക്കേ. ഇത് നീ അടക്കിയിട്ട് നീ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യും. അതാണ് ഇപ്പൊ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, സ്വർഗത്തിന്റെ സമ്പത്ത്. ഈ ഭൂമിയിലെ സമ്പത്ത് അത് പല മേഖലയിലാണ് കേട്ടോ. ഞങ്ങളുടെ പണം മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിലുള്ള ആ ഒരു ആഗ്രഹത്തെ നമ്മളൊന്ന് അടക്കിയിട്ട് സ്വർഗത്തിന്റെ സമ്പത്തിന് വേണ്ടി നമ്മൾ കൊതിക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ കൊതിച്ചു തുടങ്ങുമ്പോൾ എൻ്റെ നാളത്തെ സങ്കടങ്ങളെല്ലാം ദൈവം സ്റ്റോപ്പ് ചെയ്യും. അതാണ് ഈ വചനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം. നമ്മൾ ഈ കൊതി കൂട്ടും തോറും നാളത്തെ സങ്കടം എനിക്ക് നിങ്ങൾക്ക് കൂടിക്കൂടി വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എനിക്ക് ഇന്നത്തെ സങ്കടത്തെക്കൂടെ നാളത്തെ സങ്കടം, അതാണ് എൻ്റെ അവസ്ഥ. അപ്പൊ നമ്മളോട് കർത്താവ് ഇന്ന് ഈ ദൈവപരിപാലനം ആശ്രയിക്കുന്ന വചനം പറയുമ്പോൾ, വചനം 1 by 1 ആയിട്ട് എടുത്ത് ഞാൻ വ്യാഖ്യാനിക്കുകയല്ല, പക്ഷേ അതിൻ്റെ ഒരു കോറായിട്ട് പറഞ്ഞാൽ ഈ ഭൂമിയിലെ കുറേ കാര്യങ്ങളുള്ള എൻ്റെ കൊതി അതെന്തുമായിക്കൊള്ളട്ടെ അതിനെ ഒന്ന് അടക്കി സ്വർഗത്തിന്റെ സമ്പത്തിന് വേണ്ടി ഒന്ന് ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ എൻ്റെ നാളത്തെ സങ്കടത്തെ കർത്താവ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അത് സങ്കടം വർദ്ധിക്കില്ല, അത് സങ്കടമായിട്ട് എനിക്ക് തോന്നില്ല. അതാണ് ശരിക്കുമുള്ള കാര്യം. എൻ്റെ ജീവിതത്തിൽ ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരണം. അല്ലാതെ നാളത്തെ സങ്കടം നിർത്താൻ വേണ്ടിയുള്ള ഓട്ടത്തിലല്ല, മറിച്ച് അത് ദൈവം നിർത്തിയാലേ നാളത്തെ സങ്കടം തീരുള്ളൂ. കർത്താവ് പോസ്റ്റ് ചെയ്താൽ മാത്രമേ അത് പോസ്റ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ അത് ഇങ്ങനെ ചലിച്ചോണ്ടേയിരിക്കും, സങ്കടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് ഭയങ്കര സങ്കടത്തോടെ പറയുകയാണ്, മമ്മിക്കൊരു മാനസിക രോഗമുണ്ട്, അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ വലിയ അസ്വസ്ഥതകളും ഭാരങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകള്. അപ്പൊ അകലങ്ങളിലായിരിക്കുന്ന ഈ മകളെ സംബന്ധിച്ചിടത്തോളം ഇത് കേട്ടിട്ട് ഭയങ്കര സങ്കടമാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്വയം കുറ്റപ്പെടുത്തുകയാണ്. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ, ഞാൻ ചെയ്തത് കുറഞ്ഞു പോയോ, ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യണോ, ഇങ്ങനെ ഇവിടെയും സ്വസ്ഥതയില്ല, അവിടെയും സ്വസ്ഥതയില്ല. അങ്ങനെ ഉറങ്ങാൻ പറ്റാതെ അസ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാനോ പറ്റാത്തൊരവസ്ഥയിലായി. അപ്പൊ നിരന്തരം ഇങ്ങനെ വിളിച്ചത് കൊണ്ട് ഞാൻ ഫോൺ വിളിച്ച് സത്യം പറഞ്ഞ ഇച്ചിരി ദേഷ്യപ്പെട്ട് ഞാൻ സംസാരിച്ചു. നീ ഒന്ന് ശാന്തമായി ഈശോയുടെ കരങ്ങളിലോട്ട് നിന്റെ ജീവിതത്തെ കൊടുക്ക. ഇനി എന്ത് സംഭവിക്കട്ടെ, ഈശോയ്ക്ക് വേണ്ടി മാത്രം നമ്മുടെ ജീവിതത്തെ കൊടുക്കുക, നീ ഇവിടെ ആയിരിക്കുക എന്ന് ഞാൻ അവളോട് പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞ് എനിക്കൊരു വോയിസ് മെസ്സേജ് ഉണ്ട്, സിസ്റ്ററെ ഒരുപാട് താങ്ക്സ്, വീട്ടിൽ നിന്ന് വിളിച്ചു കേട്ടോ, അമ്മ ഒരുപാട് കാമായി, എൻ്റെ സഹോദരങ്ങൾക്കെല്ലാം ഒത്തിരി മാറ്റങ്ങൾ വരാൻ തുടങ്ങി, അവർക്കൊരു ശാന്തത വന്നു, താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അവളോട് ഇത്രേ പറഞ്ഞുള്ളൂ, നീ ഇവിടെ ഒന്ന് ശാന്തമായിക്കേ, ഈ സങ്കടത്തിൽ നീ ഒന്ന് ശാന്തമായി, ഇപ്പൊ എന്താണോ നിനക്ക് വേണ്ടത്, നിന്റെ ഈശോയാണ് വേണ്ടത്, ആ ഈശോയെ കൂട്ടുപിടിക്കും, ബാക്കിയെല്ലാം ഈശോ നോക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ നിങ്ങൾ കടലിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ മുമ്പിൽ ഒരു തിരമാലയുണ്ട്, പുറകിൽ ഒരു തിരമാല വരും. കാരണം എന്നെ തിരമാല കടന്നാണ് പോവുക. അപ്പൊ പുറകിൽ ഒരു തിരമാലയുണ്ട്, മുമ്പിൽ ഒരു തിരമാലയുണ്ട്. ഇതിൽ പുറകിൽ വരുന്ന തിരമാലയെ അധികം പേടിക്കേണ്ടതില്ല. എന്നാൽ ഞാൻ നിങ്ങൾ കടലിൽ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ മുമ്പിൽ നിന്ന് വരുന്ന തിരമാലകൾ കണ്ട് ഒത്തിരി ഭയപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ട്. എന്നെ കടന്നുപോയ തിരമാലകൾ എന്നെ ഇപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഇനി ഈ തിരമാലകൾ എന്തുമാത്രം എന്നെ ഭാരപ്പെടുത്തി, കഴുത്തു മുങ്ങിപ്പോയോ, എന്റെ ഇവിടം വരെ നനഞ്ഞോ, ഇതൊക്കെയാണ് എൻ്റെ ആകുലതകൾ. എന്നാൽ ഞാൻ എൻ്റെ ഈശോയുടെ സന്നിധിയിൽ നിന്ന് തുടങ്ങുമ്പോൾ കടന്നുപോയ തിരമാലകളൊന്നും എനിക്ക് തിരമാലകളാകില്ല. മുമ്പിൽ വരുന്ന തിരമാലകളെ
പോസ് ചെയ്യാൻ ഒരു കൃപ എൻ്റെ കർത്താവ് എനിക്കും അവന് അത് ചെയ്തു കൊള്ളും. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമുക്കതിന് പറ്റുന്നില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എപ്പോഴും അസ്വസ്ഥപ്പെടുന്നത്. ഞാനിങ്ങനെ എനിക്ക് തോന്നുക ഒരു 2-2.5 വർഷത്തോളമായി നമ്മൾ ഈ ശുശ്രൂഷയെ ആരംഭിച്ചിട്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങൾ എൻ്റെ ഒരു ആത്മീയ മക്കളെന്ന നിലയിലാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. കാരണം നമ്മൾ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ട്. ഈശോ നമ്മളോട് കുറച്ചുകൂടി ആവശ്യപ്പെടുകയാണ്, മക്കളെ കുറച്ചുകൂടി നിങ്ങൾ ഈശോയോട് അടുക്കണം. ഈശോ രൂപപ്പെട്ടത് പോരാ എന്നാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടല്ല ഇന്നും ഈശോ നമ്മളോട് ഈ വചനം പറഞ്ഞത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. എന്നിട്ട് അടുത്ത വചനമാണ്, അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനത്തിലേക്ക് എന്നെയും നിങ്ങളെ എത്തിച്ചു നിർത്തിയവ നാളത്തെ കാര്യം നോക്കും. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകലപ്പെട്ടുള്ളൂ എന്നാ പറഞ്ഞു. അപ്പൊ നാളെ എന്നൊരു ദിനം എനിക്കുണ്ട് എങ്കിൽ, ഇപ്പൊ എനിക്കറിയാം എൻ്റെ മക്കൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരമ്മ ചിന്തിക്കുക, ഇന്ന് രാവിലെ ഒരു ചേച്ചി എന്നെ 5:30 തൊട്ട് വിളിക്കുക. ഞാൻ ആ ഫോൺ ഓഫ് ചെയ്യുന്നു, വീണ്ടും ചേച്ചി വിളിക്കുന്നു. അവസാനം ഒത്തിരി വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചേച്ചിയോട്, ചേച്ചി എനിക്കൊരു മെസ്സേജ് ഇട്, കാരണം ഞാൻ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്, അപ്പൊ ഇന്ന് ഒരു ഇച്ചിരി കഴിഞ്ഞിട്ട് എഴുന്നേക്കാം എന്ന് വിചാരിച്ച് ചേച്ചി ഇങ്ങനെ 5:30 നിരന്തരം വിളിക്കുവാണ്. ഞാൻ കട്ട് ചെയ്യും, വീണ്ടും വിളിക്കും. അപ്പൊ എനിക്ക് അപ്പടി വിഷമമായി, ഈ ചേച്ചി എന്നെ ഒന്നും മനസ്സിലാകാത്ത. അങ്ങനെ തലക്കിൽ നിന്ന് ചേച്ചിക്ക് മെസ്സേജ് ഇടും. ചേച്ചി പൊട്ടിക്കരയുകയാണ്, ഭയങ്കര കരച്ചിലോടെയാണ് ചേച്ചി മെസ്സേജ് ഇടും. അപ്പോൾ ചേച്ചിയുടെ മെസ്സേജ് എങ്ങനെയാണ്, ചേച്ചിയുടെ മോന് എനിക്ക് തോന്നുന്നു ഒരു 27 വയസ്സോളം ഉണ്ട്, ജോലിയുണ്ട്, നല്ല ദൈവവിശ്വാസിയാണ്. പക്ഷെ മോന് ഇപ്പോൾ ഒരു അന്യഭാഷക്കാരിയും അന്യരാജ്യക്കാരിയും അന്യമതക്കാരിയുമായ ഒരാളുമായിട്ട് ഭയങ്കര കൂട്ട്. ഒന്ന് മോനേക്കാൾ ഒരുപാട് ഏജുള്ള ഒരാൾ, എനിക്ക് തോന്നുന്നു 9 വയസ്സ് മുകളിൽ, പിന്നെ ഹൈറ്റ് ഭയങ്കര ഡിഫറൻസ്, അങ്ങനെ എല്ലാ വിധത്തിലും ഭാരം. അപ്പൊ ചേച്ചി ഇത് പറഞ്ഞാണ്, 2 ദിവസം ആയതുള്ളൂ ഇവർ കൂട്ടുകൂടാൻ തുടങ്ങിയിട്ട്, ഈ ചെറുക്കനും ഈ പെണ്ണും കൂടി. അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ ഭയങ്കര ടെൻഷനാണ്. ഈ പെണ്ണ് ഇപ്പൊ എയർപോർട്ടിൽ വന്ന് നിൽക്കുകയാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി. സിസ്റ്റർ ഫ്ലൈറ്റ് ക്യാൻസൽ ആകാൻ സിസ്റ്റർ പ്രാർത്ഥിക്കണം. അതാണ് ചേച്ചി എന്നെ വിളിച്ച് രാവിലെ 5:30 തൊട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മകൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോകണമെന്നോ അതൊന്നുമല്ല ചേച്ചിയുടെ ഇപ്പോഴത്തെ ടെൻഷൻ. ഫ്ലൈറ്റ് ക്യാൻസൽ ആയി, അവള് വരാതിരിക്കും. ഇപ്പൊ ഞാൻ എന്നിട്ട് ചേച്ചി കൂട്ടിച്ചേർത്തു, സിസ്റ്റർ എൻ്റെ മകൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അപ്പൊ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇത്രയും വലിയ ദൈവവിശ്വാസിയായിട്ട് കൊച്ചാണെങ്കിൽ, ഇത്രയും ഫെയ്ത്ത് ഉള്ളവനാണെങ്കിൽ അവൻ എന്തിനാ ചെയ്യുന്നത് തെറ്റാന്ന് അവൻ അറിയാലോ, അവന് ഡിസിഷൻ എടുക്കട്ടെ, നമുക്കൊരു പരിധിയില്ലേ എന്നൊക്കെ ഞാൻ ചേച്ചി പിന്നെയും കറിയാം. ഞാൻ സിസ്റ്ററെ, ഞാൻ ഒരുപാട് ധ്യാനഗുരുക്കന്മാരെ വിളിച്ചു, അതൊക്കെ ചേച്ചി ചെയ്തിട്ടുണ്ട്, ഇതൊന്നും അതിശോക്തിയല്ല. ആരും ഫോൺ എടുത്തില്ല. അപ്പൊ എനിക്ക് പിന്നെ അവസാനമായിട്ട് തോന്നിയ സിസ്റ്ററിനെ വിളിക്കാൻ. അതുകൊണ്ടാണ് സിസ്റ്ററിനെ രാവിലെ തൊട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചേച്ചിക്ക് വേണ്ടി ആരാന്ന് ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് അവർക്കൊരു നല്ല ബോധ്യം കൊടുക്കട്ടെ ആ മകനെന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ചേച്ചി എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? 2 ദിവസം ആയുള്ളെങ്കിലും 2 വർഷം ആയുള്ളെങ്കിലും ഇത് തെറ്റായ ബന്ധമാണെങ്കിൽ ചേച്ചി വിശ്വസിക്കുന്ന ഈശോയ്ക്ക് ഇത് മുറിച്ചു കളയാൻ പറ്റില്ലേ? നാളത്തെ ദിനത്തെക്കുറിച്ച് നമ്മൾ എന്തിനാ ആകുലപ്പെടുന്നേ? നാളെ വരട്ടെ പ്രിയപ്പെട്ടവരെ. നാളെ ഞാൻ നിന്ന് നിൽക്കുമ്പോൾ, നാളെ എൻ്റെ മുമ്പിൽ സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മറയ്ക്കാൻ പറ്റുന്നൊരു ദൈവം എൻ്റെ മുമ്പിലുണ്ട്. അത് ഉറപ്പല്ലേ? ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ മുമ്പിൽ പോയി നിന്നപ്പോ വലിയൊരു കടല അവരുടെ മുമ്പിൽ നിൽക്കുന്നു. ആർത്തലച്ച് നിൽക്കുന്ന വലിയ തിരമാലയുടെ മുമ്പിൽ അവർ നിൽക്കുന്നത്. അത് അവരുടെ പ്രസന്റാ. ഈ പ്രസന്റിൽ ഇത് കടന്നു പോകും, നാളെ ഒരു ദിനം ഉണ്ടാകും അവരാരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ നാളെയൊക്കെ വേണ്ടി അവർക്കൊരു ദിനം ഒരുക്കി വെച്ചിട്ടുള്ള ദൈവം ആ കടല് കടക്കാൻ അവരെ അനുഗ്രഹിച്ചില്ലേ? അവരെ അനുഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിൽ നാളത്തെ ദിനം കടന്നു പോകാൻ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ആയിക്കോട്ടെ, എൻ്റെ മക്കൾ ഇപ്പൊ ആ മേഖലയിൽ പോവുകയാണോ? എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെയാണോ? എൻ്റെ കുടുംബം ഇപ്പൊ തീരുമോ? എനിക്കിപ്പോഴും ഞാൻ ഓർക്കുന്നത്, ഞാൻ ചേട്ടൻ ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. സാജു എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഒത്തിരി എപ്പോഴും എൻ്റെ പ്രാർത്ഥന ചോദിക്കുന്ന ഒരു ചേട്ടനാണ്. വലിയൊരു തകർച്ചയുടെ വലിയ ബിസിനസ്സും സങ്കടങ്ങളും സിസ്റ്റർ ജപ്തി എല്ലാ ദിവസവും ചേട്ടൻ എനിക്ക് മെസ്സേജ് ഇടും, സിസ്റ്റർ നാളെ ജപ്തി. ഇപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം. നമ്മളെ പറ്റുന്ന പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു. പക്ഷെ നമ്മൾ ആരും ഒരു കടലിലോട്ട് കൊണ്ടുപോയി ഇട്ടുന്ന പോലെയാണ്, ഒന്നും ആകില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു ചേട്ടൻ്റെ ഈ വീട് ചേട്ടനെ നഷ്ടപ്പെടില്ല എന്ന് എനിക്ക് അത്ര ഉറപ്പായിരുന്നു. അതെന്താ ചോദിച്ചാൽ, ഒന്നും ഞാൻ കോടികൾ കൊണ്ട് കൊടുത്തിട്ടൊന്നുമല്ല, പക്ഷെ ചേട്ടൻ അതുപോലെ പ്രാർത്ഥിക്കും. ഞാനും ചേട്ടനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ ദിവസം ചേട്ടൻ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നത്, സിസ്റ്ററെ വീടിന് വേണ്ടി ഒരാൾ സഹായിക്കാന്ന് പറഞ്ഞു, ഞങ്ങൾ പണം കൊണ്ടായി അടച്ചു, വീട് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടി കേട്ടോ സിസ്റ്ററെ, ഇനി കുറേ സാവകാശമൊന്നും. അപ്പൊ നാളത്തെ ദിനം ഇതായിരിക്കാം, പക്ഷെ ആ ദിനത്തിന് ഒരാൾക്ക് വന്ന് നിൽക്കാൻ പറ്റും. ഈശോയ്ക്ക് നാളെ സൃഷ്ടിച്ചവനെ നാളത്തെ ദിനത്തിൽ വന്ന് നിൽക്കാൻ പറ്റില്ലേ? പിന്നെ എന്തിനാ നമ്മളിങ്ങനെ ആകുലപ്പെടുന്നേ? ഇവിടെ നാളത്തെ ദിനത്തിൽ കർത്താവ് ഒന്ന് നിൽക്കും.
ഞാൻ ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഞാനത് കണ്ടിട്ടുണ്ട്. നമുക്ക് നാളെ വേണ്ട എന്ന് നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ ചിലർ ആഗ്രഹിക്കും ചിലപ്പോൾ നമ്മളെക്കുറിച്ച്. അങ്ങനെയുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും നാളെ ഒരു ദിനം എനിക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്താൻ എൻ്റെ ദൈവത്തിന് പറ്റും പ്രിയപ്പെട്ടവരെ. അതെൻ്റെ ശുശ്രൂഷ മേഖലകളിലൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. നാളെ ഒരു ദിനം വേണ്ട ഈ സിസ്റ്ററിനെന്ന് ചിലരെങ്കിലും ചിന്തിച്ചിട്ട് ഒത്തിരി ഭാരങ്ങളും ഒത്തിരി അസ്വസ്ഥതകളും ഒത്തിരി സങ്കടങ്ങളും ഒക്കെ തരുമ്പോഴും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നാളെ ഒരു ദിനം എനിക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ നാളെ അവിടെ നിർത്തിയിരിക്കും. അതാണ് സത്യം. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന, എൻ്റെ പറഞ്ഞു വന്നപ്പോൾ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ശുശ്രൂഷയിൽ ആരംഭ നാളുകളിൽ ഒരു വചന ശുശ്രൂഷയിൽ എന്നെ ടോക്കിന് വിളിച്ച് ഞാൻ അവിടെ കയറി ടോക്ക് തുടങ്ങി 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ആളുടെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തു വിട്ടു. സിസ്റ്ററെ 1 മണിക്കൂറിന് ടോക്കാണ് എന്നോട് പറഞ്ഞു. 5 മിനിറ്റ് കഴിയുമ്പോൾ സിസ്റ്റർ ഈ ടോക്ക് അവസാനിപ്പിച്ച് വേറൊരു അച്ഛൻ ഇപ്പോൾ വരുവാ, അച്ഛനെ കൊണ്ട് ടോക്ക് എടുപ്പിക്കണം. ഞാൻ എൻ്റെ മഠത്തിൽ നിന്ന് ദൂരെ യാത്ര ചെയ്ത് സങ്കടവും വിഷമവും ഒക്കെ ആയി എനിക്ക്. പക്ഷേ എന്നോട് 5 മിനിറ്റ് എന്ന് പറഞ്ഞ് 5 മിനിറ്റിൽ ഞാൻ ടോക്ക് എടുത്ത് അവസാനിപ്പിച്ച് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, എനിക്ക് ഒരുക്കിയതല്ലേ ഈ സ്റ്റേജുകളൊന്നും? നീ എനിക്ക് വേണ്ടി ഒരുക്കിയതല്ലേ? കുറെ സങ്കടവും കണ്ണുനീരും ഒക്കെ എൻ്റെ മുമ്പിലാണ്. ആരുടെ മുമ്പിൽ കരയാനൊന്നും പോയില്ല. പക്ഷെ ഇന്ന് ഈശോ എനിക്ക് തന്ന സ്റ്റേജുകളൊന്നും പ്രിയപ്പെട്ടവരെ ഞാൻ എണ്ണി തീർത്തിട്ടില്ല. എനിക്ക് ആ ഈശോ ഒരുക്കിയ വേദികളൊന്നും എനിക്ക് അറിയത്തൂല, ഞാൻ ഓർക്കുന്നില്ല. അന്ന് ചങ്കുപൊട്ടി ഞാനൊന്ന് കരഞ്ഞെങ്കിൽ എനിക്ക് വേണ്ടി സ്റ്റേജുകളും ദിനങ്ങളും ഒരുക്കാൻ ഒരു ദൈവം എൻ്റെ മുമ്പിലുണ്ടെന്ന് ഇന്നോളം ഞാൻ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പോൾ ഒരു ടോക്കിന് ആരെങ്കിലും വിളിച്ചാൽ പറ്റില്ലെന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം അതുപോലെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി തന്നു. അതുപോലെ ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഇടങ്ങളിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയി ഒരുക്കി. പക്ഷെ ഈ പ്രസന്റിലെ വേദനയിൽ ഇവിടെ ഞാൻ നിൽക്കണമെന്ന് കർത്താവിന് വേണമെങ്കിൽ അപ്പം അത് ചെയ്യാതിരിക്കാമായിരുന്നു, എൻ്റെ കണ്ണ് നനയ്ക്കാതിരിക്കാമായിരുന്നു ഞാൻ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. അവിടെ നീ നിൽക്കണമെന്ന് ദൈവം തിരുമനസ്സാണ്. അവിടെ നിൽക്കുമ്പോഴും നിനക്കൊരു കരുത്തുണ്ടെന്ന്, നിൽക്കാൻ ഒരു കരുത്തുണ്ടെന്ന് എൻ്റെ ഈശോയ്ക്ക് അറിയാം. പ്രിയപ്പെട്ട മക്കളെ, ഒരുപക്ഷെ നിന്റെ മക്കളെ ഓർത്ത് നീ കരയുമായിരിക്കും, നിന്റെ ജീവിത പങ്കാളി ഓർത്ത് നീ കരയുമായിരിക്കും. മറ്റുള്ളവരുടെ ഒരുപാട് സന്തോഷങ്ങളുടെ മുഖങ്ങളും അവരുടെ പിക്ചറുകളും അവരുടെ വീഡിയോസും കാണുമ്പോൾ ചിലപ്പോൾ നിന്റെ കുടുംബോർത്ത് നീ കരയുമായിരിക്കും. പക്ഷെ ഇവിടെ നിൽക്കാൻ നിന്നോട് ഇന്ന് ഈശോയാ പറഞ്ഞേക്ക്, നീ ഇവിടെ നിൽക്കണം. നിനക്ക് നാളെ ഒരു ദിനം അവൻ ഒരുക്കിയിട്ടുണ്ട്, അവൻ അവിടെ കൊണ്ടുപോയി നിർത്തും. നീ ഈ ദിനത്തിൽ ഈ ചങ്കോട് ഈശോയെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മാത്രം മതി. ആകുലപ്പെടാതെ, അസ്വസ്ഥപ്പെടാതെ ഈശോയെ നീയാകുന്ന ഫോക്കസിലേക്ക് വരാൻ ഒരു കൃപ നീ എനിക്ക് തന്നാൽ മതി. അപ്പൊ നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളൊന്നും വരില്ല. എന്നതാ നിങ്ങളോട് പറഞ്ഞേ, നമ്മുടെ ഇവിടുത്തെ ആഗ്രഹങ്ങളെല്ലാം നമ്മളൊന്ന് ശാന്തമാക്കും, ആ കൊതിയൊക്കെ നടക്കും. എന്നിട്ട് സ്വർഗത്തെ കിട്ടാൻ ഒരു കൊതി നമ്മൾ അങ്ങ് ചേർത്ത് പിടിക്കും. അപ്പൊ കർത്താവ് നാളത്തെ സ്ട്രഗിളുകളെല്ലാം പോസ് ചെയ്ത് നാളെ അതെല്ലാം സന്തോഷമാക്കി മാറ്റും. അത് നമ്മൾ ഈശോയോട് ചോദിക്കുക. എൻ്റെ ഈ കൂട്ടായ്മയിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം എനിക്ക് പറയാൻ അതുള്ളേ, ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇവിടെ നിന്ന് ആരാധന നടത്തുമ്പോൾ ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാനത് പ്രാർത്ഥിക്കുന്നത് എനിക്ക് വ്യൂസ് കൂട്ടാനോ അല്ലെങ്കിൽ പ്രശസ്തിയാകാനോ അല്ല. കാരണം അനേക മക്കളുടെ പ്രാർത്ഥനകളുടെ കണ്ണുനീരുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചെങ്കിലെന്ന് ചോദിക്കുന്ന ഒത്തിരി ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ദിവികാൻ എഴുതിച്ചു വെച്ച് ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉറപ്പായി ഈശോ അവരെ അനുഗ്രഹിക്കുന്നു. ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അവരെ അനുഗ്രഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും സെന്ററും ഫോക്കസും ഈശോ ആകട്ടെ. ഇന്ന് ചിലപ്പോൾ സങ്കടത്തിലാണ് നിർത്തിയിട്ടെങ്കിൽ അവൻ നിർത്തിയിരിക്കുന്നതല്ലേ, അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ ഈശോ നിന്നെ അനുഗ്രഹിക്കും. അടുത്ത വാതിൽ ഈശോ നിനക്ക് വേണ്ടി തുറക്കും, അതിന് യാതൊരു മാറ്റവും ഇല്ല. പക്ഷെ ചിലപ്പോൾ ഞാൻ പറയുന്ന സമയത്തായിരിക്കില്ലെന്നേ ഉള്ളൂ. എനിക്ക് വേണ്ടത് എന്താണെന്ന് അവനറിയാം. ആ സമയത്ത് അവനത് തുറക്കും. ആരുടെയൊക്കെയോ അനുഗ്രഹത്തിന് വേണ്ടി, ആരുടെയൊക്കെയോ ജീവിതത്തിന് വേണ്ടി ദൈവം അത് ഒരുക്കുകയാണ്. ആർക്കൊക്കെയോ വേണ്ടി. ഇന്നലെ ഞാനൊരു വൈദികനോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ച, അച്ഛാ എന്തിനാ അച്ഛൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ സങ്കടങ്ങൾ തരുന്നത്? അതായത് അച്ഛൻ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യും, ഒരുപാട് നല്ല കാര്യം സ്വയം ത്യാഗം ഏറ്റെടുത്ത് ഒത്തിരി നന്മകൾ ചെയ്യും. എല്ലാ നന്മയും ചെയ്ത് അതിന്റെ ക്രെഡിറ്റ് എടുക്കാറാകുമ്പോൾ അച്ഛനെ അപ്പം തന്നെ അവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ട് പറഞ്ഞു വിടും. അങ്ങനെ അച്ഛൻ്റെ ലൈഫ് മുഴുവൻ അങ്ങനെയാണ്. അപ്പൊ അച്ഛനോട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, സിസ്റ്ററെ ഇതെനിക്ക് ഇന്നലോ ഇന്നോ കിട്ടിയതല്ല. ഞാൻ അത്രയും ത്യാഗം ചെയ്യുമ്പോൾ ആരെയൊക്കെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്.
എൻ്റെ കുഞ്ഞിലേ അങ്ങനെ തന്നെയാണ്. കുഞ്ഞിലേ നമുക്കറിയാം. എന്നിട്ട് അച്ഛൻ പറഞ്ഞൊരു എക്സാമ്പിൾ ഞാനിങ്ങനെ ഓർക്കുകയാണ്. ആ വീട്ടിലിങ്ങനെ കാപ്പിക്കുരുവുണ്ട്, കൊക്കോയുണ്ട്, അല്ലെങ്കിൽ ഇഞ്ചിയുണ്ട്. ഇതെല്ലാം പെറുക്കാൻ മക്കൾ 3-4 പേരുണ്ട്. അവരെല്ലാം കൂടും. എല്ലാം കൂടി കഴിയുമ്പോൾ പപ്പ ഇച്ചിരി കുഞ്ഞു കുഞ്ഞു പൈസ നമുക്ക് തരും. നമ്മുടെ കുഞ്ഞിലെ അങ്ങനെയാണ്. അപ്പൊ എല്ലാവർക്കും ഓരോ കുടുക്കയും കൊടുക്കും. അപ്പൊ എല്ലാവരുടെയും കുടുക്കയില് കൊണ്ട് പൈസ ഇടും. ഇതെല്ലാം എന്തിനാ? പുതിയ സ്വർണ്ണമാല മേടിച്ചു തരാം. നമുക്കറിയാലോ, നമ്മുടെ വീട്ടിലെ പഴയ കാലം അങ്ങനെയാണ്. സ്വർണ്ണമാല മേടിക്കാം, സ്വർണ്ണ മോതിരം മേടിക്കാം. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു പൈസ കൊണ്ട് സൂക്ഷിച്ചു വെക്കുക. അങ്ങനെ ഓരോ പെരുന്നാളും കിട്ടുന്ന പൈസ എല്ലാം സൂക്ഷിച്ചു വെച്ചു. എൻ്റെ അച്ഛൻ പറയുകയാണ്, എൻ്റെ ചെറുപ്പത്തിലും അങ്ങനെയായിരുന്നു. ഞാൻ അങ്ങനെ എല്ലാം അത് സൂക്ഷിച്ചു വെച്ചിട്ട് എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് 3000 രൂപയായി. അത് അന്ന്. ഇന്നിപ്പോൾ അച്ഛനേക്ക് ഒന്നൊരു 47 വയസ്സോളം ഉണ്ട്. 3000 രൂപയായപ്പോൾ എൻ്റെ ചേട്ടനത് കട്ടുകൊണ്ട് പോയി. അപ്പൊ എനിക്ക് എപ്പോഴും സങ്കടം വന്ന് എൻ്റെ പെങ്ങളൊക്കെ പറഞ്ഞു അത് പോയി ചേട്ടനോട് ചോദിക്കും. അന്നേരം ഞാൻ ഓർത്തു, ചേട്ടന് ചിലപ്പോൾ എന്തെങ്കിലും കുറച്ചും കൂടി ആവശ്യം കാണും, അതുകൊണ്ട് ചേട്ടൻ എടുത്തതായിരിക്കും. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്കായിട്ട് സമ്പാദിച്ചതൊന്നും എനിക്ക് ഇതുവരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛൻ ഇത്രയെല്ലാം ചെയ്തിട്ട് അച്ഛൻ ഇതൊക്കെ ഒത്തിരി നെഗറ്റീവുകളാണല്ലോ കിട്ടുന്നതെന്നൊക്കെ. അപ്പൊ എനിക്ക് യാഥാർത്ഥ്യം അറിയാം, സത്യമായ ഒരുപാട് കാര്യങ്ങൾ അറിയാം. അന്നേരം അച്ഛൻ പറഞ്ഞ കാര്യമാണ്, സിസ്റ്ററെ, ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതെല്ലാം സ്വർഗത്തിലൊരു റിവാർഡായിട്ട് ദൈവം വെച്ചിട്ടില്ലേ? അപ്പൊ ആ അവാർഡ് ദൈവം എനിക്ക് തരാതിരിക്കുവോ? അത് ദൈവം എനിക്ക് തരും. അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല സിസ്റ്ററെ, ഞാൻ റിയലി ഹാപ്പി എന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഉരുകുന്നുണ്ടാവും. ഏതെങ്കിലുമൊക്കെ വേദനകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവും. അർഹിച്ചതൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാകണം നിർബന്ധമില്ല. അർഹതപ്പെട്ടതും കിട്ടിയിട്ടുണ്ടാകണം നിർബന്ധമില്ല. പക്ഷെ എൻ്റെ ഈശോ അതിനുള്ള കൃപ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ നമുക്കതൊക്കെ അനുഭവിക്കാൻ പറ്റണം. അതിനുവേണ്ടി ഈശോ നമ്മൾ ഇവിടെ ഒരുക്കുന്ന ആ ഒരുക്കലിലേക്ക് നമുക്കും പ്രവേശിക്കാം. ഈശോ നമ്മുടെ ചങ്കിലിരിക്കട്ടെ. നമ്മുടെ ഫോക്കസ് മുഴുവൻ ഈശോയാകുന്ന ഫോക്കസ് ഒക്കെ എല്ലാം ഈശോ ഏറ്റെടുക്കും. വീണു പോകാത്തൊരാത്മീയത ദൈവം നമുക്ക് തരും.